ഉണ്ടാവും, അത് നിർബന്ധമായിട്ടും ചെയ്തിരിക്കുക. ഇതുവരെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഈ ഒരു ആഴ്ചയിൽ അത് ചെയ്ത് തീർക്കുക. ഫിസിക്സും കെമിസ്ട്രിയും മുതൽ റാങ്ക് ഡിസൈഡിങ് ഫാക്ടർ ഫിസിക്സ് ആയിരുന്നു. ഫിയർ ആയിരിക്കും നമുക്ക് അതിന് അപ്രോച്ച് ചെയ്യാൻ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ 60-40 എന്നുള്ള റേഷ്യോയിൽ. അപ്പോൾ ഞാൻ രാത്രി ഇരിക്കുന്ന സമയത്ത് ഒരു ഗർഭിണി വരുന്നു, ബോധം കെട്ടിട്ടൊരു ഗർഭിണീനെ കൊണ്ടുവരുന്നു. കൂടെയുള്ള ഹസ്ബൻഡ് കരയുന്നു, പാരൻസും കരയുന്നു, എല്ലാവരും ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. അല്ലേ വേണ്ട, അതായത് നാളെ തന്നെ ഞാൻ അങ്ങോട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് മൊത്തം ശരിയാവും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പം ഇക്കാലത്തൊക്കെ ഡോക്ടറായിട്ട് എന്ത് ചെയ്യാനാ? അങ്ങനത്തെ ടോക്സ് എന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കുക. ഈ 90 days നിങ്ങൾ എന്തായാലും ഇത് പഠിക്കാൻ വന്നു. ഹേ ഗൈസ്, ഞാൻ ഡോക്ടർ ഹണി. ഞാൻ നിങ്ങളോട് ഇന്ന് സംസാരിക്കുന്നത് നീറ്റ് UG 2026 എങ്ങനെ നമുക്ക് ഇമോഷണലി ആൻഡ് ഫിസിക്കലി ഹെൽത്തി ആയിട്ട് അപ്രോച്ച് ചെയ്യാം എന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്തിനായിരിക്കും ഇമോഷണൽ ഹെൽത്ത്? നീറ്റ് UG 2025 അറ്റൻഡ് ചെയ്ത ആൾക്കാർക്ക് മനസ്സിലാവും, ഈ നീറ്റ് UG 2025 ഒരു നോളേജിൻ്റെ മാത്രം എക്സാം ആയിരുന്നില്ല, അതൊരു പ്രസൻസ് ഓഫ് മൈൻഡിൻ്റെയും കൂടെ എക്സാം ആയിരുന്നു. കാരണം കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ വർഷങ്ങളെ കമ്പയർ ചെയ്യുമ്പോൾ ഇറ്റ് വാസ് എ ടഫ് പേപ്പർ അല്ലേ? ഈ ടഫ് പേപ്പറിനെ ആ എക്സാം ഹാളിൻ്റെ ആ ഒരു പ്രഷറിൽ എങ്ങനെ ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. പ്രസൻസ് ഓഫ് മൈൻഡ്. ഈ പ്രസൻസ് ഓഫ് മൈൻഡിനെ പറ്റിയിട്ട് ഞാനൊരു രസകരമായ കഥ പറയാം. ഞാനൊരു അനസ്തേഷ്യോളജിസ്റ്റാണ്. എനിക്ക് ഈ പ്രസൻസ് ഓഫ് മൈൻഡ് എൻ്റെ കരിയറിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം പെട്ടെന്നായിരിക്കും നോർമലായിരിക്കുന്ന അല്ലെങ്കിൽ സ്റ്റേബിൾ ആയിരിക്കുന്ന പേഷ്യൻറ്റ് പെട്ടെന്നായിരിക്കും അൺസ്റ്റേബിൾ ആവുക, പെട്ടെന്നായിരിക്കും BP കൂടുക, BP കുറയുക. ഇതെല്ലാം നിങ്ങൾ ഇനി ഫ്യൂച്ചറിൽ പഠിക്കാൻ പോകുന്ന കാര്യങ്ങളാണ്. എന്താണ് ഈ നീറ്റ് UG? നിങ്ങളൊക്കെ ഫ്യൂച്ചർ ഡോക്ടേഴ്സാണ് അല്ലേ? ഡോക്ടറിൻ്റെ ഒരു പ്രത്യേക ക്വാളിറ്റിയാണ് എന്ത്? ഈ പ്രസൻസ് ഓഫ് മൈൻഡ്. അപ്പോൾ നോളേജ് മാത്രമുള്ള ഡോക്ടറെ കിട്ടിയിട്ട് കാര്യമുണ്ടോ? ആ കറക്റ്റ് സമയത്ത് അത് യൂസ് ചെയ്യാനും കൂടെയുള്ള ഒരു കഴിവ് ഉണ്ടാക്കിയെടുക്കുകയാണ് നമുക്ക് ആവശ്യം. അപ്പോൾ അതിനെ എങ്ങനെ നമ്മൾ തയ്യാറെടുക്കാം എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ട കാര്യം. ഒരു കഥ പറയാം. ഞാൻ പണ്ട് MBBS ചെയ്ത് കഴിഞ്ഞൊരു സമയത്ത് ജസ്റ്റ് ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യാൻ പോയി. MBBS കഴിഞ്ഞു, ഹൗസ് NC ഒക്കെ കഴിഞ്ഞു, അങ്ങനെ ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യാൻ പോയി. അപ്പോൾ ഈ ക്ലിനിക്കിൽ വർക്ക് ചെയ്യാൻ പോയ സമയത്ത് അവിടെ രാത്രി, ഞാൻ സിംഗിൾ RMO ആണ്. അപ്പോൾ ഞാൻ രാത്രി ഇരിക്കുന്ന സമയത്ത് ഒരു ഗർഭിണി വരുന്നു, ബോധം കെട്ടിട്ടൊരു ഗർഭിണീനെ കൊണ്ടുവരുന്നു. കൂടെയുള്ള ഹസ്ബൻഡ് കരയുന്നു, പാരൻസും കരയുന്നു, എല്ലാവരും ഭയങ്കര സ്ട്രെസ്ഡ് ആണ്. അങ്ങനെ ആകെ ഗർഭിണി എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കൊരു ടഫ് കേസാണ്. കാരണം എന്താ വെച്ചാൽ 2 ജീവനാണല്ലോ ഉള്ളത്. ഈ ഗർഭിണീനെ കൊണ്ടുവന്നതും കൂടുതൽ ഞാനും ഒന്ന് സ്ട്രെസ്ഡ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. കാരണം ഞാൻ ഒറ്റയ്ക്കാണ് ഉള്ളത്. എന്തൊക്കെ വൈറ്റൽസും എല്ലാം ഇനീഷ്യൽ കാര്യങ്ങളെല്ലാം ചെയ്തു. അപ്പം എല്ലാത്തിലും പേഷ്യൻ്റ് നോർമലാണ്, പ്രത്യക്ഷമായി ഒന്നും കാണുന്നില്ല. പക്ഷെ പേഷ്യൻ്റ് എണീക്കുന്നില്ല. എന്തൊക്കെ ചെയ്തിട്ടും പെയിൻ കൊടുത്തിട്ടും വിളിച്ച് നോക്കിയിട്ടും സ്റ്റിമുലസ് കൊടുത്ത് നോക്കിയിട്ടും ഒന്നും പേഷ്യൻ്റ് എണീക്കുന്നില്ല. അപ്പോൾ പേഷ്യൻ്റ് എന്തുകൊണ്ടായിരിക്കും എണീക്കാത്തതെന്ന് ഞാനിങ്ങനെ നോക്കുക. കുറച്ച് നേരം ഞാനൊന്ന് എൻ്റെ റൂമിൽ പോയിരുന്നപ്പം പെട്ടെന്ന് എനിക്ക് തോന്നി, ഞാൻ സിസ്റ്ററിനോട് പറഞ്ഞു വേഗം കുറച്ച് കോട്ടണിൽ കുറച്ചൊരു അമോണിയ ഡിപ്പ് ചെയ്തിട്ട് കൊണ്ടുവരാൻ. എന്നിട്ട് ഈ പേഷ്യൻറ്റിൻ്റെ വായ ജസ്റ്റ് ക്ലോസ് ചെയ്തിട്ട് മൂക്കിൻ്റെ അവിടെ വെച്ചു. പേഷ്യൻറ്റിന് ആ ഒരു ഈ അമോണിയ നിങ്ങൾക്ക് ഇപ്പോൾ കെമിസ്ട്രിയിൽ പഠിക്കുന്നുണ്ടാവും, ഭയങ്കര പഞ്ചൻ സ്മെല്ലാണ്. ഈ മണം കിട്ടുന്നതും പേഷ്യൻറ്റിന് ബ്രീത്ത് ചെയ്യാൻ പറ്റാതെ പേഷ്യൻ്റ് അങ്ങോട്ട് എണീറ്റും. അപ്പോൾ പിന്നെയാണ് നമുക്ക് മനസ്സിലാവുന്നത് പേഷ്യൻ്റ് അഭിനയിച്ചതാണ്. ഹസ്ബൻഡിനോടും മദറിനോടും ഒരു ചെറിയ അടി ഉണ്ടാക്കിയിട്ട് വീട്ടിലെ ഒരു ചെറിയ കലഹത്തിൻ്റെ ഇടയിൽ കുറച്ചും കൂടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ചെയ്തൊരു കാര്യമാണ്. പക്ഷേ ആ സമയത്ത് നൈറ്റ് ഒറ്റയ്ക്ക് പേഷ്യൻ്റ്, ഗർഭിണി, 2 ജീവൻ എല്ലാം കൂടെ നമ്മൾ ആ പ്രസൻസ് ഓഫ് മൈൻഡ് നമുക്ക് അവിടെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. അപ്പം ഞാനും കൂടെ അവിടെ കിടന്ന് പാനിക്കായാൽ നമുക്ക് ഈ പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഞാൻ ഈ പ്രസൻസ് ഓഫ് മൈൻഡ് എൻ്റെ കാര്യത്തിൽ പറഞ്ഞു. ഇനി നിങ്ങളുടെ കാര്യത്തിൽ എങ്ങനെ ഈ പ്രസൻസ് ഓഫ് മൈൻഡ് യൂസ്ഫുൾ ആവുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. നീറ്റ് UG 2025 ഓൾ ഇന്ത്യ റാങ്ക് 1 നേടിയ ഈ മഹേഷ് കുമാർ ഇവൻ്റെ ഒരു അനുഭവം പറയുണ്ടായി. ഫിസിക്സ് എക്സാമാണ് സ്റ്റാർട്ട് ചെയ്ത് കൊണ്ടുവന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് കാര്യം മനസ്സിലായി. എന്താ, അവൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ നല്ല ടഫ് ക്വസ്റ്റ്യൻ ആയിരുന്നു. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഓരോ കോഡാണല്ലോ, ഓരോ ഓർഡറിലേക്കും. അപ്പോൾ ഇവൻ്റെ ഇനീഷ്യൽ ക്വസ്റ്റ്യൻസ് തന്നെ കുറച്ച് നല്ല ടഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. യൂഷ്വലി കുറച്ചും കൂടെ സമയം എടുക്കുന്നുണ്ട് ഓരോ ആൻസർ കണ്ടുപിടിക്കാൻ. സ്വാഭാവികമായിട്ടും കുട്ടി പാനിക് ആവുന്നു. കാരണം ഇനി ബയോളജിയും കെമിസ്ട്രിയും കൂടെ ചെയ്ത് തീർക്കാനുണ്ട്. എല്ലാവരും, നിങ്ങളും പാനിക് ആയിട്ടുണ്ടാവും. ഈ കുട്ടി പെട്ടെന്ന് പാനിക് ആവാതെ ഇനി വേഗം അടുത്ത വഴിയാണ് നോക്കുന്നത്. കാരണം ഫിസിക്സ് എക്സാമിന് എഴുതാൻ കൂടുതൽ ടൈം വേണമെന്ന് ഇവന് മനസ്സിലായി. അപ്പോൾ ഇവൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ വേഗം നെക്സ്റ്റ് സ്റ്റെപ്പ് കെമിസ്ട്രിയും ബയോളജിയും വേഗം ചെയ്തു തീർത്തു. എന്നിട്ട് ആ വേഗം ചെയ്തു തീർത്ത് ബാക്കിയുള്ള സമയം കൂടെ ഫിസിക്സിലേക്ക് കൊണ്ടുവരിക ചെയ്തത്.
കാരണം അപ്പോൾ അവന് അത് കുറച്ചും കൂടെ നന്നായിട്ട് സമാധാനപരമായി പാനിക്കായി ചെയ്തിട്ട് തന്നെ അവന് സില്ലി മിസ്റ്റേക്സ് വരുത്തി എന്നാണ് കുട്ടി പറഞ്ഞത്. അപ്പോൾ 686 ആണ് അവൻ്റെ മാർക്ക് ടോട്ടൽ. കഴിഞ്ഞ വർഷങ്ങളിലേക്ക് അപേക്ഷിച്ച് നോക്കുമ്പോൾ 700s ഉണ്ടായിരുന്ന മാർക്ക് 686ലേക്ക് വന്നെങ്കിൽ ആ ടോപ്പർക്ക് തന്നെ അതൊരു നല്ല ടഫ് എക്സാം ആയിരുന്നു. പ്രസൻസ് ഓഫ് മൈൻഡ് കൈവിടാതെ അതിനെങ്ങനെ ഡീൽ ചെയ്യാന്നുള്ളത് നോക്കി അവൻ ബാക്കിയുള്ള സമയം കൂടെ എന്ത് ചെയ്തു, ഫിസിക്സിന് കൊടുത്ത് ബാക്കി ക്വസ്റ്റ്യൻസും കൂടെ സമാധാനത്തിൽ ചെയ്ത് തീർത്തു. അങ്ങനെ ആണ് അവന് ആ ഫസ്റ്റ് റാങ്ക് ക്രാക്ക് ചെയ്യുന്നത്. അപ്പം നമുക്കും എന്ത് വേണം, ഈ പ്രസൻസ് ഓഫ് മൈൻഡ് വേണം. ഇപ്പോൾ കമ്പയർ ടു പ്രീവിയസ് ഇയേഴ്സ് ഈ 2025 ടഫ് ആയിരുന്നു. അപ്പോൾ 2026 ഇനിയിപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നത് നമുക്കറിയില്ല. ചിലപ്പോൾ കെമിസ്ട്രി ആയിരിക്കും ടഫ്, ചിലപ്പം ബയോളജി അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആയിരിക്കും വരിക. നമുക്കറിയില്ല എങ്ങനെയിരിക്കുന്നു. പക്ഷേ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു സാധനം നിങ്ങളെ മുന്നിലേക്ക് വന്നാൽ വരെ അതെങ്ങനെ ടാക്കിൾ ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എങ്ങനെയാണ് നിങ്ങളെ മെത്തേഡ് എങ്കിലും അത് പ്രസൻസ് ഓഫ് മൈൻഡോടെ ക്വസ്റ്റ്യൻ പേപ്പറിനനുസരിച്ച് മാറ്റി നിങ്ങളെ ഒരു നല്ല റിസൾട്ടിലേക്ക് എത്തിക്കുക എന്നുള്ളത് നിങ്ങളെ ഉത്തരവാദിത്തമാണ്. ഓക്കെ, ഇനി 90 ഡേയ്സാണ് നിങ്ങളെ മുന്നിലുള്ളത്. ഈ 90 ഡേയ്സ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയായിരിക്കും. പക്ഷേ ഞാൻ ഒന്നും കൂടെ അത് എംഫസൈസ് ചെയ്യുകയാണ്. നിങ്ങൾ നിർബന്ധമായും ചെയ്തിരിക്കേണ്ട, നിങ്ങൾ നിർബന്ധമായും ഒഴിവാക്കേണ്ട കുറച്ച് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. ഇനി ഈ 90 ഡേയ്സിൽ നിങ്ങൾക്ക് ഓവർ എക്സ്പെക്റ്റേഷൻസ് ഒന്നും നാളെ മുതലേ വേണ്ട. അതായത് നാളെ തന്നെ ഞാൻ അങ്ങോട്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് മൊത്തം ശരിയാവും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പം കുറച്ച് ചാപ്റ്റർ പഠിച്ചു, അതിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു, ആ ക്വസ്റ്റ്യൻസ് എല്ലാം ശരിയാവണം എന്നില്ല നാളെ തന്നെ. ഓക്കെ, അപ്പോഴത്തേക്ക് അങ്ങോട്ട് സങ്കടപ്പെടാനും പിന്നെ ടെൻഷൻ ആവണം, ഞാൻ ചെയ്യുന്ന തെറ്റാണ്, അങ്ങനെയൊന്നും നോക്കി സമയം കളയരുത്. പിന്നെ നെക്സ്റ്റ് കാര്യം, ഇനി നമുക്കിങ്ങനെ തിയറി പഠിച്ച് നോട്ട് എഴുതി തിയറി വായിക്കുക, കുറേ 2-3 ബുക്ക് എടുക്കുക, 2-3 ബുക്സ് കമ്പൈൻ ചെയ്തിട്ടുള്ള നോട്ട് എഴുതുക, ഇതൊന്നും ചെയ്യാൻ ഇനി നമുക്ക് സമയമില്ല. കാരണം 90 ഡേയ്സ് ആണുള്ളത്. ഇവിടെ നമുക്ക് ഫാസ്റ്റ് റിവിഷനാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ നോട്ടീസ് ചെയ്തിട്ടുണ്ടാവും, ഹാർഡ് വർക്കേഴ്സിനെയും സ്മാർട്ട് വർക്കേഴ്സിനാണ് എന്ത് കിട്ടുക, റിസൾട്ട് കിട്ടുക. അപ്പോൾ ആ സ്മാർട്ട് വർക്ക് എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് ഞാനിപ്പോൾ പറയുന്നത്. ഓക്കെ, അനാവശ്യമായിട്ട് ഇനി നോട്ട് എഴുതി ഇരിക്കരുത്. അത് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, ഇപ്പോൾ ഇനീഷ്യലി നിങ്ങൾ പഠിക്കുമ്പോൾ തിയറിക്ക് ആയിരിക്കും 100% ടൈം കൊടുത്തിട്ടുണ്ടാവുക, MCQ ചെയ്തിട്ടേ ഉണ്ടാവില്ല. പിന്നെ നമ്മളൊരു MCQ ഒരു 10% ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും. ഇനി മുതൽ നിങ്ങളുടെ ഡെയിലി റൂട്ടീനിൽ ഒരു 60% തിയറിയും ഒരു 40% MCQ ആയിരിക്കണം. പിന്നെ വീക്ക്ലി വൺസ് എങ്കിലും മോക്ക് ടെസ്റ്റ് ചെയ്തിരിക്കണം. ഈ മോക്ക് ടെസ്റ്റ് എന്നാ ചെയ്യുന്നതെന്ന് വിചാരിച്ചാൽ, മോക്ക് ടെസ്റ്റ് എക്സാം പോലെ തന്നെ എക്സാം ടൈമിൽ എടുക്കാൻ ഒക്കെ ശ്രദ്ധിക്കണം. അതിനെപ്പറ്റി ഞാൻ ഫർദർ ഡീറ്റെയിൽസ് പിന്നെ പറയാം, പിന്നെ മറ്റൊരു വീഡിയോയിൽ ഞാൻ പറയാം. അപ്പോൾ ഈ മോക്ക് ടെസ്റ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, മോക്ക് ടെസ്റ്റ് ഒരു വീക്ക്ലി വൺസ് ചെയ്യുക. മോക്ക് ടെസ്റ്റ് ചെയ്യുക മാത്രമല്ല, മോക്ക് ടെസ്റ്റ് അനലൈസ് ചെയ്യാനും നിങ്ങൾ മറക്കരുത്. ഈ മോക്ക് ടെസ്റ്റ് എന്തിനാണ് ചെയ്യുന്നത് വെച്ചാൽ, ആ എക്സാം ഹാളിൽ എന്താണോ നിങ്ങൾക്ക് തോന്നുന്നത്, ഈ ഫീലിങ്സ് നമുക്ക് റിപ്പീറ്റഡ്ലി വരണം. പെട്ടെന്നൊരു ദിവസം എക്സാം ഹാളിലേക്ക് കയറി ചെന്നിട്ട് അവിടെ പാനിക്കായി വരാനല്ല. കാരണം നമ്മളെ ചാൻസിന് ഒറ്റ ചാൻസാണുള്ളത് അല്ലേ. അപ്പോൾ ഈ ചാൻസിൽ എങ്ങനെ മാക്സിമം നമുക്ക് സ്കോർ ചെയ്യാം, മാക്സിമം നല്ല റാങ്ക് വാങ്ങുക എന്നുള്ളത് നമ്മൾ നോക്കേണ്ടത്. മാക്സിമം മോക്ക് ടെസ്റ്റ് ചെയ്യുക, എഴുതി വെച്ചോ. എത്ര അധികം മോക്ക് ടെസ്റ്റ് ചെയ്യുന്നോ അത്രയും ബെറ്റർ റാങ്ക് നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ മോക്ക് ടെസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളെ ബ്രെയിനിനെ ഇങ്ങനെ ഓരോ ടഫ് സിറ്റുവേഷനിലേക്ക് ഇടുകയാണല്ലോ ചെയ്യുന്നത്. നിങ്ങളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, യു ഷുഡ് കൺട്രോൾ യുവർ ബ്രെയിൻ. മനസ്സിലായോ? നമ്മൾ വേണം നമ്മളെ ബ്രെയിനെ കൺട്രോൾ ചെയ്യാൻ. ടെൻഷൻ ആവരുത്, ആങ്സൈറ്റി ആവരുത്. നമ്മുടെ ബ്രെയിൻ എപ്പോഴും നമ്മൾ ഈസി വേയിലേക്കാണ് കൊണ്ടുപോവുക. ബ്രെയിൻ ഇപ്പോൾ ഒരു 20 ഫിസിക്സ് MCQ ചെയ്യുന്നതായിരിക്കും ഇഷ്ടം, അതോ ഒരു 10 ഇൻസ്റ്റാഗ്രാം റീൽ കാണുന്നതായിരിക്കും ഇഷ്ടം. ബ്രെയിൻ ഓഫ് കോഴ്സ് റീൽ കാണുന്നതാണ് പ്രിഫർ ചെയ്യുക. കാരണം എന്താ, ഈസി വേ ആണ്, ഈസിയസ്റ്റ് പാത്താണ്. ഫിസിക്സ് ചെയ്യുക, പഠിക്കുക. ഫിസിക്സ് ഒരു ഫിയേർഡ് ടോപ്പിക്കാണല്ലോ എപ്പോഴും. അപ്പോൾ ബ്രെയിൻ അങ്ങനെ പഠിക്കാനല്ല ഇഷ്ടം. ബ്രെയിന് ചില്ല് ചെയ്യാനും ഒരു ഇൻസ്റ്റാഗ്രാം റീൽ കാണാനും അല്ലെങ്കിൽ കുറച്ച് ഫ്രണ്ട്സിൻ്റെ കൂടെ ഇതാക്കാനും ഒക്കെ ആയിരിക്കും ഇഷ്ടം. അപ്പോൾ പക്ഷെ നമ്മൾ ബ്രെയിനിനെ നമ്മളെ റിസൾട്ടിലേക്ക് എത്തിക്കാനുള്ള ബ്രെയിനുള്ള ട്രെയിനിങ് ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പം മോക്ക് ടെസ്റ്റ് എല്ലാ വീക്കും നിങ്ങൾ എടുക്കണം. അത് അനലൈസ് ചെയ്യാൻ മറക്കും ചെയ്യരുത്. ഇനി നിങ്ങൾ നിർബന്ധമായും കളഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണത്? ഇൻസ്റ്റാഗ്രാം അങ്ങോട്ട് അൺഇൻസ്റ്റാൾ ചെയ്തേക്കും. ഇനി നമുക്ക് 3 മാസം കഴിഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുക. സമാധാനപരമായിട്ട് റീൽസ് കാണാം, പോസ്റ്റ് ചെയ്യാം, എല്ലാം ചെയ്യാം. ഇപ്പം നിങ്ങൾ എൻ്റെ ഈ വീഡിയോ കാണുന്നത് തന്നെ ഒരു ഗാഡ്ജറ്റിലായിരിക്കും അല്ലേ, മൊബൈലോ ടാബ്ലറ്റോ അങ്ങനെ എന്തെങ്കിലും, യൂട്യൂബിൽ. അപ്പോൾ ഈ യൂട്യൂബിൽ നമുക്കൊരു പ്രശ്നക്കാരനുള്ളത്, യൂട്യൂബ് ഷോർട്സ്. നമ്മുടെ ഫസ്റ്റ് റാങ്കർ മഹേഷ് കുമാർ വരെ യൂട്യൂബ് ഷോർട്സിന് അഡിക്റ്റ് ആയിരുന്നു. അപ്പോൾ കുട്ടീൻ്റെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ഫസ്റ്റ് റാങ്കർക്ക് വരെ ആ യൂട്യൂബ് ഷോർട്ട് ഒരു അഡിക്ഷൻ ആണെന്ന് പറയുമ്പോൾ നമുക്കും അത് സ്വാഭാവികമായിട്ടുണ്ടാവും. ഇപ്പം എനിക്കും താല്പര്യം ഇത് കണ്ടിരിക്കാൻ തന്നെയാണ് താല്പര്യം. ഒരു ഈസി ഫ്ലോ ആണല്ലോ, നമ്മൾ സ്ട്രെസ് ബസ്റ്ററാണ്, വേറെ ഒന്നും ആലോചിക്കാനില്ല, അത് കണ്ടിരിക്കും. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ ആ യൂട്യൂബ് ഷോർട്സ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക്
ഞാൻ പറയുന്ന ഈ പോയിന്റ് നിങ്ങൾ മനസ്സിൽ വയ്ക്കുക. നിങ്ങൾ റോങ് ട്രാക്കിലേക്കാണ് പോകുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, അപ്പോൾ ഈ റോങ് ട്രാക്കിലേക്ക് പോവുകയാണെന്ന് മനസ്സിലായ ഉടനെ അത് ക്ലോസ് ചെയ്യാനുള്ളൊരു മിടുക്ക് നിങ്ങൾ കാണിക്കണം. ഇനി 90 ഡേയ്സിൽ നിങ്ങൾ കഴിക്കാൻ പോകുന്ന ഫുഡ് കുറച്ച് ഹെൽത്തി ഫുഡായി കഴിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് നന്നായി പച്ചക്കറി, കൂടുതൽ ഉറക്കം വരുന്ന ഫുഡ്സൊക്കെ ഒന്ന് ഒഴിവാക്കുക. പിന്നെ കുറച്ച് നട്ട്സ് കഴിക്കുക, ബ്രെയിൻ ഫുഡ്, omega-3 അടങ്ങുന്ന ഫുഡുകൾ ലൈക്ക് നട്ട്സ്, ഫിഷ്, ഇതൊക്കെ കഴിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഹോസ്റ്റലാണെങ്കിലും കുറച്ചൊരു കടല കൊണ്ടുപോയാൽ മതി, മനസ്സിലായില്ലേ? പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഉറക്കത്തിനെ കുറിച്ചാണ്. ഈ ഉറക്കം 7 hours മിനിമം എന്തായാലും വേണം. കാരണം 7 hours ഉറക്കമില്ലെങ്കിൽ നമുക്ക് ബ്രെയിനിൻ്റെ 100% പെർഫോമൻസ് ആണ് ഇനി വേണ്ടത്, ഇനിയുള്ള കമ്മിങ് ഡേയ്സിൽ നമുക്ക് വേണ്ടത് അല്ലേ? അപ്പോൾ ഈ ടയേർഡായ ബ്രെയിൻ എത്രമാത്രം റീറ്റെയിൻ ചെയ്യും? നിങ്ങൾ ഈ 7 hours ഉറങ്ങിയിട്ടുള്ള ബാക്കിയുള്ള ഡെഡിക്കേറ്റഡ് ടൈം യൂസ്ഫുൾ ആയിട്ട് യൂസ് ചെയ്യുക എന്നുള്ളതാണ്, കൊണ്ടുപോകുക എന്നുള്ളതാണ് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യം. ഇനി നിങ്ങൾ ഹോസ്റ്റലാണെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട് പറയാണ് അവൾ 4 മണിക്കൂർ ഉറങ്ങുന്നുള്ളൂ, അല്ലെങ്കിൽ അവൻ 12 മണിക്ക് ഉറങ്ങിയിട്ട് 4 മണിക്ക് എണീറ്റ് പഠിച്ചു. അത് കാണുമ്പോഴേക്കും അങ്ങോട്ട് ടെൻഷൻ ആവാനും അത് ബ്ലൈൻഡ്ലി അത് ഫോളോ ചെയ്യാനും ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഈ 7 hours ഉറങ്ങുക, അതിനുശേഷം ബാക്കിയുള്ള മണിക്കൂറുകൾ നന്നായി ഡെഡിക്കേറ്റഡ് ആയി പഠിക്കുക. കാരണം സ്മാർട്ട് ചോയ്സ് ആണല്ലോ നമ്മൾ എടുക്കുന്നത്. നന്നായി ഡെഡിക്കേറ്റഡ് ആയി ബാക്കിയുള്ള അവേഴ്സ് പഠിക്കുക, നന്നായി ഹൈഡ്രേറ്റ് ചെയ്യുക, വെള്ളം കുടിക്കുക, നല്ല ഫുഡ് കഴിക്കുക, ഇതൊക്കെ നോക്കുക. ഇനി നമ്മൾ സാധാരണ എൻട്രൻസ് കുട്ടികൾ ചെയ്യാത്തൊരു കാര്യമാണ് മൂവ്മെൻറ്റ് അല്ലേ? തീരെ അനങ്ങില്ല. എണീക്കുക, ബെഡിൽ നിന്ന് എണീക്കുക, പഠിക്കുക, ഉറങ്ങുക, വീണ്ടും എണീക്കുക, ഫുഡ് കഴിക്കുക, ഉറങ്ങുക. ഇതാണ് ഒരു ഡെയിലി ഇവരുടെ റൂട്ടീൻ. അപ്പം ഞാനും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ ഡിന്നർ കഴിഞ്ഞിട്ട്, ആഫ്റ്റർ ഡിന്നർ, എല്ലാ നൈറ്റും ആഫ്റ്റർ ഡിന്നർ നിങ്ങളിപ്പോൾ ഹോസ്റ്റലാണെങ്കിലും വീട്ടിലാണെങ്കിലും ഈ വരാന്തയിലൂടെയൊക്കെ ഒരു 3 rounds മിനിമം, ഒരു 10 to 15 minutes ഒന്ന് നടക്കുന്നത് നിങ്ങളെ ബ്രെയിനിൻ്റെ ഒരു ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും നിങ്ങൾ ആ ഒരു സെഡൻറ്ററി ലൈഫിൽ നിന്ന് ഒന്ന് മാറ്റണം. അതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ ഇപ്പോഴേ ഭയങ്കരമായിട്ട് അങ്ങോട്ട് വർക്ക് ചെയ്ത് ഭയങ്കര എക്സോസ്റ്റഡ് ആയിട്ട് അങ്ങോട്ട് വർക്ക് ചെയ്താൽ നമുക്കത് എൻഡ് വരെ എത്തിക്കാൻ പറ്റില്ല. നമ്മളെ ലക്ഷ്യം മെയിലുള്ള നമ്മളെ നീറ്റ് UG 2026 എക്സാം ആണല്ലോ, അല്ലാതെ നാളത്തെ എക്സാമോ മറ്റന്നാളത്തെ എക്സാമോ ഒന്നുമല്ല. അപ്പം നമുക്ക് അത്രയും മാസം, അതായത് 90 days നമുക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ടും എക്സോസ്റ്റ് ആവാതെയും പഠിക്കണമെങ്കിൽ നമ്മളെ ബ്രെയിൻ റെസ്റ്റ് വേണം, നല്ല ഫുഡ് കഴിക്കണം, മാത്രമല്ല കുറച്ചൊന്ന് ബോഡി മൂവ്മെൻറ്റ് വേണം, കുറച്ചൊരു എക്സസൈസ് ചെറുതായിട്ടൊന്ന് നടക്കുക. എന്ന് വെച്ചാൽ ഡെഡിക്കേറ്റ് ജിമ്മിൽ പോകണമെന്നല്ല ഉദ്ദേശിച്ച്, ഒന്ന് നടക്കുക. ഇനി നിങ്ങളോട് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ടോക്സിക് റിലേറ്റീവ്സ് അല്ലെങ്കിൽ ടോക്സിക് ഫ്രണ്ട്സ്, അങ്ങനത്തെ കുറേ, ഇനിയിപ്പം ഇക്കാലത്തൊക്കെ ഡോക്ടറായിട്ട് എന്ത് ചെയ്യാനാ, അങ്ങനത്തെ ടോക്സിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറി നിൽക്കുക. ഈ 90 days നിങ്ങൾ എന്തായാലും ഇത് പഠിക്കാൻ വന്നു, ഇനി അത് പഠിക്കുക, നല്ല റാങ്ക് ക്രാക്ക് ചെയ്യുക. വെറുതെ ഫൈറ്റിനോ ഇമോഷണൽ ആയിട്ടുള്ള കോൺഫ്ലിക്ട്സിനോ ഒന്നും ഈ സമയത്ത് പോകാൻ നിൽക്കരുത്. ഓക്കെ, നമ്മൾ എപ്പോഴും ആരോട് വേണം സംസാരിക്കാൻ? ഒന്നെങ്കിൽ നമ്മൾ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഫ്രണ്ട്സ്, ഇനിയിപ്പോൾ റേസിലെ കുട്ടികളാണെങ്കിൽ റേസിലെ ഡയറക്ടേഴ്സ് ഉണ്ടാവും, മെൻറ്റേഴ്സ് ഉണ്ടാവും, ഇവിടുത്തെ ടീച്ചേഴ്സ് ഉണ്ടാവും. നിങ്ങൾ എന്ത് പ്രശ്നങ്ങൾക്കും ഇവിടെ ഡെഡിക്കേറ്റഡ് ആയിട്ട് 24/7 ഉണ്ട്. അപ്പോൾ നിങ്ങൾ പ്രശ്നങ്ങളിങ്ങനെ ഒരു ടോക്സിക് ഫ്രണ്ടിൻ്റെ അടുത്ത് പറയാതെയോ അല്ലെങ്കിൽ കൂടുതൽ ഒരു ടോക്സിക് ആയ റിലേറ്റീവിൻ്റെ അടുത്ത് പറയാതെയോ ഇങ്ങനത്തെ ആൾക്കാരുടെ അടുത്ത് ഫ്രൂട്ട്ഫുൾ ആയിട്ട് അതിനുള്ളൊരു എക്സ്പേർട്ട് സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് നോക്കേണ്ടത്. ഇത്രയും നേരം കേട്ടിരുന്ന നിങ്ങളോട് ഇനി എനിക്ക് ഒരു നിർബന്ധമായിട്ടും ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലും നിങ്ങൾ ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യം ഞാനൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഫിസിക്സ് ആണെങ്കിൽ NCERT വായിക്കാതെ പോവരുത്. നിങ്ങൾ NCERT ഓരോ ചാപ്റ്ററിൻ്റെ പിന്നിലും ക്വസ്റ്റ്യൻസ്, എക്സസൈസസ് ഉണ്ടാവും. അത് നിർബന്ധമായിട്ടും ചെയ്തിരിക്കുക. ഇതുവരെ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, ഈ ഒരു ആഴ്ചയിൽ അത് ചെയ്ത് തീർക്കുക. ഫിസിക്സും കെമിസ്ട്രിയും രണ്ടിലുള്ള NCERT ബാക്കിലുള്ള എക്സസൈസസ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കുക. NCERT ഒരു തവണയെങ്കിലും നിർബന്ധമായിട്ടും വായിച്ചിരിക്കണം. അതിൽ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് അണ്ടർലൈൻ ചെയ്തിരിക്കണം. ആ അണ്ടർലൈൻ ചെയ്ത പോയിൻറ്റ്സ് മാത്രം വേണം ഇനിയുള്ള നമ്മളെ റിവിഷൻസിൽ വായിക്കാൻ. കാരണം NCERT നമ്മളൊരു ടെക്സ്റ്റ് ബുക്കാണ് ഡെഫിനറ്റ്ലി അല്ലേ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൻ്റെ ഈ കുറേ ക്ലട്ടേഴ്സ് ഉണ്ടാവും അതിൻ്റെ ഇടയിൽ അല്ലേ, കുറേ ലൈൻ്റെ ഇടയിൽ നമ്മളോട് ഒന്നും കൂടെ പോയിന്റ് പറഞ്ഞുകൊണ്ട് വരെയിരിക്കും. അപ്പോൾ അത്രയ്ക്കും നമുക്കിനി എല്ലാ ദിവസവും ഇരുന്ന് വായിക്കാൻ സമയമില്ല. അപ്പോൾ അത് മാത്രം ഹൈലൈറ്റ് ചെയ്ത് വെക്കുക, അത് മാത്രം റിവൈസ് ചെയ്യാനുള്ള ഒരു മെത്തേഡ് ഉണ്ടാക്കി വെക്കുക. നമുക്ക് എന്നും തലേം ദിവസം നമുക്ക് എന്തായാലും ഒന്ന് എല്ലാം അയ്യോ അത് ഓർമ്മയില്ല, ഇത് ഓർമ്മയില്ല, അതെടുക്കട്ടെ ഇതെടുക്കട്ടെ, നമ്മൾ ആ ബിന്ദു പണിക്കേണ്ട അവസ്ഥയായിരിക്കും. അതൊക്കെ എങ്ങനെ ആ എക്സാം തലേന്നുള്ള ഒരു അവസ്ഥ ഇപ്പോഴേ മനസ്സിൽ കണ്ട് എങ്ങനെ അതിനെ ടാക്കിൾ ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കേണ്ടത്. ഫിസിക്സ് എടുക്കുകയാണെങ്കിൽ ഫിസിക്സ് ഓഫ്കോഴ്സ് എല്ലാവരുടെയും ഒരു ഫിയേർഡ് സബ്ജക്റ്റ് ആയിരുന്നു അല്ലേ. ഫിയേർഡ് സബ്ജക്റ്റ് മാത്രമല്ല, ഒരു കോവിഡ് മുതൽ റാങ്ക് ഡിസൈഡിങ് ഫാക്ടർ ഫിസിക്സ് ആയിരുന്നു.
ഫിയർ ആയിരിക്കും നമുക്ക് അതിന് അപ്രോച്ച് ചെയ്യാൻ. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ 60-40 എന്നുള്ള റേഷ്യോയിൽ ഫിസിക്സിനൊക്കെ തിയറി ടൈം കുറച്ച് മതി അല്ലേ, മൊത്തത്തിലുള്ള ടൈം ആട്ടോ ഞാൻ പറഞ്ഞ 60-40. ഇപ്പം ഫിസിക്സിൽ കൂടുതൽ സമയം MCQ ചെയ്യാൻ നോക്കുക, അതിൻ്റെ ആൻസേഴ്സ് നോക്കുക, ഒരു ചാപ്റ്ററിൽ തന്നെ സ്റ്റിക്ക് ഓൺ ചെയ്യാതെ മൾട്ടിപ്പിൾ ചാപ്റ്റേഴ്സ് നോക്കുക, മൾട്ടിപ്പിൾ സബ്ജക്ട്സ് നോക്കുക. ഫിസിക്സിൽ ഇനി നിങ്ങൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ ഓരോ ചാപ്റ്റർ കഴിയുമ്പോഴും അതിൻ്റെ ഫോർമുലാസ് എഴുതി വെക്കുക. അത് നിങ്ങളെ റൂമിലെ ബെഡ്റൂമിലെ ചുമരിൽ ഒട്ടിക്കുക. ഇനിയിപ്പോൾ ഹോസ്റ്റലാണെങ്കിൽ അതിനായിട്ടൊരു സ്പെഷ്യൽ നോട്ട്, ഫോർമുലകൾ മാത്രം എഴുതി വെക്കുക. അത് മാത്രം ഉറങ്ങുന്നതിൻ്റെ മുന്നേ എണീക്കുമ്പോഴും ജസ്റ്റ് ഒന്ന് വായിക്കുക. അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ് ഈ ഫോർമുല ഓർത്ത് വെക്കുക എന്നുള്ള കാര്യം. അപ്പോൾ അതോടെ സോൾവ് ആവും. ഇനി കെമിസ്ട്രി എങ്ങനെ അപ്രോച്ച് ചെയ്യാമെന്ന് പറയാം. പണ്ട് എന്നോട് ദിലീപ് സാർ പറഞ്ഞൊരു കാര്യം ഞാൻ ഓർക്കുന്നു. ഓർഗാനിക് കെമിസ്ട്രി എഴുതി പഠിക്കുക, ഇൻഓർഗാനിക് കെമിസ്ട്രി വായിച്ച് പഠിക്കുക, പിന്നെ ഫിസിക്കൽ കെമിസ്ട്രി അതിൻ്റെ കോൺസെപ്റ്റ്സ് പക്കയാക്കി വെക്കുക. ഈ കാര്യം തന്നെയാണ് എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്. അപ്പോൾ ഓർഗാനിക് കെമിസ്ട്രീൻ്റെ ഓരോ റിയാക്ഷൻസും എഴുതി വെക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെക്കുക. ഞാൻ പറഞ്ഞ ഈ നോട്ട് ഹോസ്റ്റലാണെങ്കിൽ നോട്ട് ബുക്സിൽ എഴുതി വെക്കുക, വീട്ടിലാണെങ്കിൽ വാളിൽ അത് സ്റ്റിക്ക് ചെയ്ത് വെക്കുക. അത് മൾട്ടിപ്പിൾ ടൈംസ് നിങ്ങൾക്ക് മറക്കും തോന്നുക. ഇൻഓർഗാനിക് കെമിസ്ട്രി ഒക്കെ ഭയങ്കര വോളറ്റൈലാണല്ലേ, പഠിക്കാൻ കാത്തു നിൽക്കാണ്ട് മറന്നുപോയി. അപ്പോൾ ഇതൊക്കെ റിവിഷനാണ് നമ്മളുടെ ഈ എൻട്രൻസിൻ്റെ മിടുക്ക്. എത്ര ടൈംസ് നിങ്ങൾ ഒരു സാധനം റിവൈസ് ചെയ്യുന്നോ അത്രയും ടൈം ഇത് ബ്രെയിനിൽ റീറ്റെയിൻ ചെയ്യും. അങ്ങനെ എങ്ങനെ റീറ്റെയിൻ ചെയ്യാനുള്ള ടിപ്സും ട്രിക്സൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ വരും. ഇനി നിങ്ങളുടെ എല്ലാവരും ഫേവറേറ്റ് സബ്ജക്റ്റ് ബയോളജി. ഈ ബയോളജി നമുക്കെല്ലാവർക്കും അറിയാം NCERT ടെക്സ്റ്റ് ബുക്ക് തന്നെ മതി എന്നുള്ള കാര്യം. പക്ഷേ നിങ്ങളെല്ലാവരും ചെയ്യാൻ വിട്ടുപോയത്, ഞാനടക്കം ഉൾപ്പെടെ ഉള്ള ടീംസ് വിട്ടുപോയെന്നൊരു കാര്യം എന്താ വെച്ചാൽ MCQ ക്വസ്റ്റ്യൻസ് ചെയ്യാനൊരു ബുദ്ധിമുട്ടാണ് നമുക്ക് അല്ലേ. ബുദ്ധിമുട്ടല്ല, ഒരു മടിയാണ്. ഓക്കെ, അപ്പോൾ ബയോളജി അപ്രോച്ച് ചെയ്യുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നിങ്ങൾ എന്തായാലും മറക്കരുത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, പിന്നെ റേസിലൊരു മിടുക്ക് എന്തായിരുന്നു വെച്ചാൽ ബയോളജീൻ്റെ ക്വസ്റ്റ്യൻസ് ഇത്രയും ടഫായിട്ട് ഇടാൻ വേറൊരു ടീമിനെ ഞാൻ കണ്ടിട്ടില്ല. അത്രയും ടഫായിട്ടാണ് റേസുകാരിടുക. ഈ റേസിനൊരു ബയോളജി ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത കുട്ടിക്ക് ഐ എം ടെല്ലിങ് യു അത് ഡെഫിനറ്റ്ലി അത് നീറ്റ് UG ബയോളജി സിമ്പിളായിരിക്കും. കാരണം അത്രയും കുഴപ്പിച്ചിട്ടാണ് റേസുകാർ ക്വസ്റ്റ്യൻ ഇടാറ്. സോ നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. പിന്നെ നിർബന്ധമായിട്ട് നീറ്റ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യണം. ബയോളജി ജസ്റ്റ് ടെക്സ്റ്റ് ബുക്ക് മാത്രം വായിച്ച് പോകരുത്. ഫിസിക്സ് കെമിസ്ട്രിയിൽ ടെക്സ്റ്റ് ബുക്ക് വായിക്കണം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഇവിടെ ടെക്സ്റ്റ് ബുക്ക് മാത്രം വായിക്കല്ലാതെ ക്വസ്റ്റ്യൻസും കൂടെ ചെയ്യാനുള്ള ഒരു ഗ്യാപ്പ് നിങ്ങൾ എന്തായാലും കരുതണം. ഓക്കെ, അപ്പോൾ നമ്മളെ ഈ ടേക്ക് ഹോം മെസ്സേജ് എന്തൊക്കെയാണ്? 90 days ആണ് ഇനി ഉള്ളത്. തിയറിയിൽ മാത്രം സ്റ്റിക്ക് ഓൺ ചെയ്യരുത്, MCQ ചെയ്യണം, മോക്ക് ടെസ്റ്റ് നിർബന്ധമായിട്ടും എടുക്കണം, ഈ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ഷോർട്സ് ഇതൊക്കെ നമ്മൾ ഒഴിവാക്കണം, പിന്നെ ഹെൽത്തി ഫുഡ്, സ്ലീപ്പ്, വാക്ക് ചെയ്യണം, പിന്നെ ടോക്സിക് ഫ്രണ്ട്സിനെയും റിലേറ്റീവ്സിനെയൊക്കെ അവോയ്ഡ് ചെയ്യണം. കൂടുതൽ എക്സ്പേർട്സിൻ്റെ അടുത്ത് നിന്ന് സൊല്യൂഷൻസ് വാങ്ങുക. റേസ് ഡയറക്ടേഴ്സ്, മെൻറ്റേഴ്സ്, ടീച്ചേഴ്സ് ഇവരിൽ നിന്നൊക്കെ സഹായം വാങ്ങുക. ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും ഞാൻ ജസ്റ്റ് ഒന്ന് നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു, അതും നിങ്ങൾ ഫോളോ അപ്പ് ചെയ്യണം. പിന്നെ ഇനി നിങ്ങളെ മെമ്മറി കൂട്ടാനുള്ളതും എങ്ങനെ പഠിച്ച കാര്യങ്ങൾ റീറ്റെയിൻ ചെയ്യാനുള്ള ടിപ്സും ട്രിക്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.